വെൽക്കം ടു ഒരു വിഷുടെ. ഇവന്മാരെ പോക്കണ്ട് വിചാരിക്കും ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്. കൊല്ലത്തിൽ എന്തെങ്കിലും അമ്പലത്തിൽ പോകുക, അല്ലെങ്കിൽ നാട്ടിൽ ഉത്സവം വരണം. അങ്ങനെ എപ്രാവശ്യം നമ്മളേക്കന്മാർ അമ്പലത്തിലെത്തി. അങ്ങനെ നാട്ടുകാരെ കണ്ടിട്ട് ഒരു ഹാപ്പി വിഷു കണ്ടിട്ട് മറ്റോ പറഞ്ഞാടാ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിൽ പോയാൽ നല്ല വിഷ്കൈനീട്ടം കിട്ടുന്നു. അങ്ങനെ വിഷ്കൈനീട്ടമായി ഞങ്ങളും പോയി. രാവിലെ തന്നെ കണി കാണിക്കാൻ വേണ്ടി കൂട്ടുകാരോടെ പോയിട്ടാ. അങ്ങനെ അവിടെ പോയി വടക്കം പൊട്ടിച്ച്. അങ്ങനെ അവന്റെ വണ്ടർ സെൻസറും പോയി, അവന്റെ നെഞ്ചും പോയിട്ടാ. പാവച്ചൊക്കെ ബസ് സ്റ്റോപ്പ് കണ്ടവ എന്നും വണ്ടി റേസാക്കും. ഇപ്രാവശ്യത്തെ വിഷുവിന് നല്ല ചിക്കനും മട്ടനും കൂടി ഒപ്പം പിടിച്ചിട്ടാ സദ്യ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട്. ഈശ്വർ ഫേവറേറ്റ് പടക്കം എന്ന് ചോദിച്ചു ഓൻ പറയും ആണെന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിന്നെ പടക്കം പൊട്ടിക്കൽ സീരീസ് തുടങ്ങി. എല്ലാ കൊല്ലവും നമ്മുടെ വീട്ടിൽ വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഡിഷാട്ടാ ഈ കാണുന്നത്. ആ നേരം കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് ഒരു വൈബ് പിടിച്ച് വന്നിട്ടാ. ഇപ്രാവശ്യം തെങ്കാശിന്ന് പടക്കമൊക്കെ ഇറക്കണം എന്ന് പറഞ്ഞു ലാസ്റ്റ് എത്തിപ്പെട്ട കുന്നകുളത്താട്ടാ. പക്ഷെ സംഗതി കൊള്ളാം, കിഡിലോസ്കി പടക്കങ്ങളായിരുന്നു എന്തായാലും. അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് കുന്നകുളത്ത് നല്ല കിടിലം പടക്കം. അച്ഛമ്മ എപ്പോഴും ഫുൾ ഓൺ ഫുൾ പവർ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യുദ്ധത്തിന് ഇറങ്ങാൻ സമയമായിട്ട് അങ്ങനെ ഓരോ ടീം വന്നോണ്ടിരിക്കുക. അപ്പോഴാണ് ആ ടീം ഞങ്ങളെ പേടിച്ച്, അതായത് പടക്കം വണ്ടി പിടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞു. അപ്പോൾ വണ്ടി തിരിച്ചിട്ടാ. അങ്ങനെ ഒരു വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടി വന്ന് ഒരേ കെട്ടിപ്പിടുത്ത് ഉമ്മ കൊടുക്കലൊക്കെ. വിഷു കലക്കാൻ പോണ അങ്ങനെ എല്ലാ റാസ്റ്റും പോലെ ഇപ്രാവശ്യം എല്ലാരും കൂടി കൂടിച്ചേർന്ന് ഒരു 1.5 പരിപാടി ആയിട്ട് ഞങ്ങൾ അളിയനെ തന്നെ കൊടുത്തിട്ടാ. അങ്ങനെ അളിയനെ കൊണ്ട് കത്തിച്ച് കിടിലോസ്കി ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന പന്നികളോട് പിടിച്ചേക്കാൻ പറ്റില്ല മക്കളെ. ഹാപ്പി വിഷു.